കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പരാതി. 70ഓളം സുരക്ഷാ ജീവനക്കാരാണ് 3 മാസത്തെ ശമ്പളം കിട്ടാത്തത്. കെസ്കോണിന് കീഴിൽ വിമുക്ത ഭടന്മാരും വിധവകളും ഉൾപ്പെടെയുള്ളവരാണ് സുരക്ഷാ ജോലി നോക്കുന്നത്. തുടർച്ചയായി ശമ്പളം മുടങ്ങിയതോടെ സുരക്ഷാ ജീവനക്കാരുടെ ജീവിതം താളം തെറ്റിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. എ.വി. ജയശങ്കർ, എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ശമ്പളം മുടങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്? മധു, ഓണക്കാലമൊക്കെ വരികയാണ്. പക്ഷേ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരെ സംബന്ധിച്ച്, അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ ദിവസങ്ങളാണ്. കഴിഞ്ഞ 3 മാസമായി ഈ ജീവനക്കാർക്കൊന്നും തന്നെ പണം ലഭിച്ചിട്ട് ഈ കെസ്കോൺ വഴിയാണ് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ വെക്കുന്നത്. ഈ കെസ്കോണിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 6 മാസമായി സർക്കാർ കെസ്കോണിന് പണം നൽകിയിട്ടില്ല. ഈ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പണം വാങ്ങി സർക്കാർ വഴിയാണ് കെസ്കോണിന് ലഭിക്കുന്നത്. അങ്ങനെ 6 മാസത്തെ പണം കെസ്കോണിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അവർ സ്വന്തം നിലയ്ക്ക് 3 മാസം ഈ ജീവനക്കാർക്ക് പണം നൽകി. പക്ഷേ അവരുടെ കയ്യിലും പണം തീർന്നതോടുകൂടി പിന്നീട് ആ പണവിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാ മാസവും 1-ാം തീയതി നിന്നും പണം ലഭിക്കുന്ന വിഭാഗക്കാർക്ക് കൂടിയല്ല ഈ സെക്യൂരിറ്റി ജീവനക്കാർ. അവർക്ക് ഓരോ മാസവും 15-ാം തീയതി 20-ാം തീയതി ഒക്കെയാണ് മാസശമ്പളം ലഭിക്കുന്നത്. പക്ഷേ ആ മാസശമ്പളം പോലും ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായി ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. സ്വന്തം നിലയ്ക്ക് കെസ്കോണിന് ഇത്തരത്തിൽ പണം നൽകാനുള്ള ശേഷിയുമില്ല. അങ്ങനെ 6 മാസത്തെ പണം കെസ്കോണിന് നിലവിൽ സർക്കാർ നൽകാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സുരക്ഷാ ജീവനക്കാരൊക്കെ തന്നെ ഈ ആരോഗ്യമന്ത്രി ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് സന്ദർശന ഘട്ടത്തിൽ ഈ ശമ്പളം മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ നൽകി മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ജീവനക്കാരൊക്കെ വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമാണ്. 70 ജീവനക്കാരുണ്ട്. ഇവരൊക്കെ എക്സ് സർവീസ് ആളുകളാണ്. ഇതിൽ ഈ സർവീസിലിരിക്കെ മരിച്ച ജവാന്മാരുടെ വിധവകളുടെ ഏകദേശം 17-ലധികം സ്ത്രീകളും അവിടെ ജോലി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആകെ ജീവനക്കാരെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ്. ഈ സർക്കാർ വരുന്ന ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പലരിൽ നിന്നും ഇവർക്കൊക്കെ ഉറപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യർ വലിയ ദുഃഖത്തിലും വിഷമത്തിലൊക്കെയാണ്. ഓണക്കാലം വരുവാണ് മധു. അപ്പോൾ ആ ഓണക്കാലം അനുവദിച്ച് ഈ വാർത്ത കണ്ടെങ്കിലും ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പൊക്കെ ഇടപെട്ട് ഈ പാവങ്ങൾക്ക് ആ പണം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. 70ഓളം ജീവനക്കാരാണ്. അവർക്ക് 3 മാസമായി ശമ്പളമില്ല. ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. പക്ഷേ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് സങ്കടകരം.